ഹായ്, സ്വാഗതം. കേരള PSC ബുള്ളറ്റിനിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. ഇലക്ട്രിക് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഇലക്ട്രിക് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണം ഡയനാമോ ആണ്. താഴെ തന്നിട്ടുള്ളതിൽ ഡയനാമോ ആണ് ഇലക്ട്രിക് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഡയനാമോയിൽ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു. അനുപ്രസ്ഥ തരംഗങ്ങൾക്ക്, അതായത് ട്രാൻസ്വേഴ്സ് വേവ്സിന് സഞ്ചരിക്കാൻ കഴിയാത്തത് ചുവടെ പറയുന്നവയിൽ ഏതിലാണ്? ഇരുമ്പ് ദണ്ടിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും, ഹൈഡ്രജൻ വാതകത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല. അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് ഹൈഡ്രജൻ വാതകത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല. ഇരുമ്പ് ദണ്ടിലൂടെയും നിവർത്തിയ നൈലോൺ ചരടിലൂടെയും ലൂബ്രിക്കേറ്റിംഗ് ഓയിലിലൂടെ ഒക്കെ അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും, അതായത് ട്രാൻസ്വേഴ്സ് വേവ്സിന് സഞ്ചരിക്കാൻ സാധിക്കും. ട്രാൻസ്വേഴ്സ് വേവ്സിന് എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കല്ലെടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അവിടെ റിപ്പിൾസ് ഉണ്ടാവും. ആ റിപ്പിൾസ് ഒക്കെ ട്രാൻസ്വേഴ്സ് വേവ്സിന് എക്സാമ്പിളാണ്. അതുപോലെ ഗിറ്റാർ സ്ട്രിങ്ങിൻ്റെ വൈബ്രേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒക്കെ സഞ്ചരിക്കുന്നത് ഈ ട്രാൻസ്വേഴ്സ് വേവ്സ് ആയിട്ടാണ്. അടുത്ത ചോദ്യം, എർത്തിങ് ചാലകങ്ങൾ പോയിന്റഡ് എർത്ത് കണ്ടക്ടേഴ്സ് എല്ലാ കെട്ടിടങ്ങളിലും സ്ഥാപിക്കുന്നതിൻ്റെ കാരണം എന്താണ്? എർത്തിങ് ചാലകങ്ങൾ എല്ലാ കെട്ടിടങ്ങളിലും സ്ഥാപിക്കുന്നതിൻ്റെ കാരണമാണ് മേഘങ്ങളിലെ വൈദ്യുത ചാർജിനെ സ്വീകരിച്ച് ഭൂമിയിലേക്ക് കടത്തിവിടാൻ വേണ്ടി. ഗാർഹിക ഉപയോഗത്തിനുള്ള വൈദ്യുതോർജ്ജത്തിന്റെ അളവ് കണക്കാക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഗാർഹിക ഉപയോഗത്തിനുള്ള വൈദ്യുതോർജ്ജത്തിന്റെ അളവ് കണക്കാക്കുന്നത് കിലോ വാട്ട് അവറിലാണ്. കിലോ വാട്ട് അവറിൽ. ഐസ് നിറച്ച ഒരു ഗ്ലാസ് ടംബ്ലറിന്റെ ഉപരിതലത്തിൽ ജലകണികകൾ കാണപ്പെടുന്നതിന്റെ കാരണം എന്താണ്? ഐസ് നിറച്ച ഒരു ഗ്ലാസ് ടംബ്ലറിന്റെ ഉപരിതലത്തിൽ ജലകണികകൾ കാണപ്പെടുന്നതിന്റെ കാരണം ടംബ്ലറിന്റെ തണുത്ത ഉപരിതലവുമായി സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് വായുവിലൂടെ ജലാംശം ജലകണികകളായി ഘനീഭവിക്കുന്നതാണ് അതിന്റെ കാരണം. ഒരു ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റർ നിർമ്മിച്ചിരിക്കുന്നത് ഏത് മൂലകം കൊണ്ടാണ്? നിക്രോം കൊണ്ടാണ്. ഒരു ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റർ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം കൊണ്ടാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. പ്രസ്താവനകൾ നോക്കാം നമുക്ക്. പ്രകാശം ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ശരിയാണ്, പ്രകാശം ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, പ്രകാശത്തിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രകാശത്തിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. അടുത്തത്, പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ശരിയാണ്, പ്രകാശത്തിന് ഭാരമില്ല. ഇതും ശരിയാണ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രകാശത്തിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല എന്നതാണ്. പ്രഭാതത്തിൽ സൂര്യന്റെ ചൂട് ഉച്ച സമയത്ത് അനുഭവപ്പെടുന്ന സൂര്യന്റെ ചൂടിനേക്കാൾ താരതമ്യേന കുറവായിരിക്കുന്നതിന്റെ കാരണം എന്താണ്? പ്രഭാതത്തിൽ സൂര്യന്റെ ചൂട് ഉച്ച സമയത്ത് അനുഭവപ്പെടുന്ന സൂര്യന്റെ ചൂടിനേക്കാൾ താരതമ്യേന കുറവാണ്. അതിന്റെ കാരണം എന്താണ്? സൂര്യന്റെ പ്രകാശരശ്മികൾക്ക് രാവിലെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. സൂര്യന്റെ പ്രകാശരശ്മികൾക്ക് രാവിലെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. തെരുവ് വിളക്കുകളിൽ പ്രകാശം ലഭിക്കുന്നതിനായി ബൾബുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണ്? സമാന്തര രീതിയിലാണ്, പാരലൽ രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. തെരുവിളക്കുകളിൽ പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടി ബൾബുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് സമാന്തര രീതിയിലാണ്, പാരലലായിട്ടാണ്. ഒരു ഡയനാമോയുടെ പ്രവർത്തനം അടിസ്ഥാനമാക്കിയിരിക്കുന്ന തത്വം ഏതാണ്? ഊർജത്തെ പരിവർത്തനം ചെയ്യുക എന്നതാണ് തത്വം. ഡയനാമോയിൽ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഡയനാമോയിൽ. ഒരു കാന്തത്തിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടാനിടയാകുന്ന സാഹചര്യം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഒരു കാന്തത്തിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടാനിടയാകുന്ന സാഹചര്യം ഏതാണ്? ചുറ്റിക ഉപയോഗിച്ച് കാന്തത്തെ ശക്തിയായി അടച്ചു വരുത്തിയാൽ അതിന്റെ കാന്തശക്തി ഇല്ലാതെയാകും. പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജിന്റെ പകുതിയാണ്. അല്ല, ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജിന്റെ ഇരട്ടിയാണ്. അതുമല്ല, ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജിന് തുല്യമാണ് പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജിന് തുല്യമാണ് പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആണവ പരീക്ഷണം നടത്തിയ 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ശരിയാണ്, ആണവ പരീക്ഷണം നടത്തിയ 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത് 2004 സെപ്റ്റംബർ 20-നാണ്. ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യ എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത് 2004 സെപ്റ്റംബർ 20-നാണ്.
ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ. ഇതും ശരിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ. ആര്യഭട്ട എന്ന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണത്തിന് സാങ്കേതിക സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ ആണ്. ഇതും ശരിയാണ്. ആര്യഭട്ട എന്ന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണത്തിന് സാങ്കേതിക സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ ആണ്. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം. ശരിയാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ 1/6 ഭാഗമാണ് ചന്ദ്രനിൽ ഉള്ളത്. ഇതും ശരിയാണ്. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തമാണ് ബെയ്ലി ഗർത്തം. ഇതും ശരിയാണ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകമാണ് സിലിക്കൺ. 4 പോയിന്റ്സും ശരിയാണ്. ശബ്ദത്തിന്റെ ഏത് സവിശേഷതയാണ് സ്റ്റെതസ്കോപ്പിൽ ഉപയോഗത്തിന് സഹായകമാകുന്നത്? സ്റ്റെതസ്കോപ്പിന്റെ ഉപയോഗത്തിന് സഹായകമാകുന്നത് റിഫ്ലക്ഷൻ, ശബ്ദത്തിന്റെ പ്രതിഫലനം, റിഫ്ലക്ഷൻ ആണ് സ്റ്റെതസ്കോപ്പിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഇലക്ട്രിക് ബെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്താൽ ഇലക്ട്രിക് കറണ്ട് തുടർച്ചയായി പ്രവഹിക്കുകയും നിൽക്കുകയും ചെയ്യും. ഒരു ഇലക്ട്രിക് ബെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്താൽ ഇലക്ട്രിക് കറണ്ട് തുടർച്ചയായി പ്രവഹിക്കുകയും നിൽക്കുകയും ചെയ്യും. ഒരു ഇലക്ട്രിക് മോട്ടോറിലെ ഊർജ പരിവർത്തനം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഇലക്ട്രിക് മോട്ടോറിൽ എന്താ സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് മോട്ടോറിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഒരു കുട്ടി തറനിരപ്പിൽ നിന്നും 30 മീറ്റർ മുകളിലേക്ക് ഒരു ക്രിക്കറ്റ് പന്ത് എറിഞ്ഞു എങ്കിൽ ഊർജത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? പന്തിന്റെ സ്ഥിതികോർജ്ജം കൂടുന്നു, ഗതികോർജ്ജം കുറയുന്നു. ഒരു കുട്ടി തറനിരപ്പിൽ നിന്ന് 30 മീറ്റർ മുകളിലേക്ക് ഒരു ക്രിക്കറ്റ് പന്ത് എറിഞ്ഞു എങ്കിൽ ഊർജത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് പന്തിന്റെ സ്ഥിതികോർജ്ജം കൂടുകയും ഗതികോർജ്ജം കുറയുകയും ചെയ്യും. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തണം. ഒന്നാമത്തെ പ്രസ്താവനയാണ് പ്രകാശം അനുപ്രസ്ഥ തരംഗവും ശബ്ദം അനുദൈർഘ്യ തരംഗവുമാണ്. ശരിയാണ്. പ്രകാശം ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ശബ്ദം ഒരു ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ്. രണ്ടാമത്തെ പ്രസ്താവന പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡല എന്നും ശബ്ദത്തിന്റെ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ എന്നും അറിയപ്പെടുന്നു. ശരിയാണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡലയാണ്. ശബ്ദത്തിന്റെ തീവ്രതയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ. മൂന്നാമത്തെ പ്രസ്താവന ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പായിട്ടാണ് കാണപ്പെടുന്നത്. ഇതും ശരിയാണ്. നാലാമത്തെ പോയിന്റ് വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത, ശബ്ദത്തിന് കൂടിയ രീതിയിലാണ് തന്നിരിക്കുന്നത്. വാതകത്തിലാണ് കൂടുതൽ, അത് കഴിഞ്ഞ് ദ്രാവകത്തിൽ, അത് കഴിഞ്ഞ് ഖരത്തിൽ. ഇങ്ങനെയല്ല, ഇത് തെറ്റായ ഇതാണ്. ഏറ്റവും കൂടുതൽ ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത് ഖരത്തിലാണ്. സോളിഡ്സിലാണ് ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗത ഉള്ളത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായത്. ഒരു കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത എന്താണ്? കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. ഒരു കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. ചുവടെ തന്നിരിക്കുന്നവയിൽ ഒരു കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. മധ്യഭാഗം ഇടങ്ങിയതും വശങ്ങൾ കട്ടി കൂടിയതുമാണ്. ഇത് ശരിയായ പോയിന്റാണ്. നിവർന്നതും വലുതായതുമായ പ്രതിബിംബമാണ് കോൺകേവ് ലെൻസിൽ ഉണ്ടാകുന്നത്. ഇതും ശരിയാണ്. നിവർന്നതും വലുതായതുമായ പ്രതിബിംബമാണ് കോൺകേവ് ലെൻസിൽ. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഇതും ശരിയാണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് അല്ല, കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ നാലാമത്തെ പോയിന്റ് ആണ് തെറ്റ്. ചുവടെ പറയുന്ന അളവുകൾ, യൂണിറ്റുകൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. മർദ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ്? മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്. മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. വ്യാപക മർദ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ്? വ്യാപക മർദ്ദത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. വ്യാപക മർദ്ദത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് ഏത്? മില്ലിബാർ. അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് മില്ലിബാർ ആണ്. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ആണ് ഡയോപ്റ്റർ.
മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ, വ്യാപക മർദ്ദത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് മില്ലിബാർ, ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ. താഴെ പറയുന്നവരിൽ ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടില്ലാത്തത് ആർക്കാണ്? ജോൺ ബാർഡിന് കിട്ടിയിട്ടുണ്ട്, വില്യം ഷോക്ലിക്ക് കിട്ടിയിട്ടുണ്ട്, WH ബ്രൈറ്റനും ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തത്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. കിട്ടാത്ത ആള് ഡങ്കൻ ഹാൾഡെയ്ൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഗാമാകിരണം പ്രകാശത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ശരിയാണ്, ഗാമാകിരണം പ്രകാശത്തിന് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വാതകങ്ങളെ അയണീകരിക്കാനുള്ള ശേഷി കൂടുതലുള്ളത് ആൽഫ കിരണങ്ങൾക്കാണ്. കറക്റ്റാണ്, വാതകങ്ങളെ അയണീകരിക്കാനുള്ള ശേഷി കൂടുതലുള്ളത് ആൽഫ കിരണങ്ങൾക്കാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ശേഷി ഏറ്റവും കൂടുതലുള്ളത് ഗാമാ കിരണങ്ങൾക്കാണ്. ശരിയാണ്, പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ശേഷി ഏറ്റവും കൂടുതലുള്ളത് ഗാമാ കിരണങ്ങൾക്കാണ്. നാലാമത്തെ പോയിന്റ്, ആൽഫ കണം ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണമാണ്. ഈ 4 പോയിന്റ്സും ശരിയാണ്. ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഐസോടോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരേ ആറ്റമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഐസോബാർ എന്ന് പറയുന്നത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഐസോടോൺ എന്ന് പറയുന്നത് തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങളാണ് ഐസോടോണുകൾ. തുല്യ എണ്ണം ന്യൂട്രോണുകളായിരിക്കും ഐസോടോണിൽ. ഐസോമർ എന്ന് പറയുന്നത് എന്താണ്? ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമേഴ്സ്. 4 പോയിന്റ്സും ശരിയാണ്. ഒരു റെഫ്രിജറേറ്ററിന്റെ പ്രവർത്തന തത്വം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ബാഷ്പീകരണം, വേപ്പറൈസേഷൻ ആണ് റെഫ്രിജറേറ്ററിന്റെ പ്രവർത്തന തത്വം. വേപ്പറൈസേഷൻ. താങ്ക് യു.